ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവേദന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39-ാം തിരുവചനം. ഇത് സമരിയാക്കാരി സ്ത്രീയും ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടലിലെ ശേഷമുള്ള ഒരു തിരുവേദന ഭാഗമാണ്. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. അപ്പം സമരിയാക്കാരി തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വള്ളിമുള്ളി വിടാതെ ക്രിസ്തു വിവരിച്ചു കൊടുത്തപ്പോൾ അവളിൽ ഒരു മാനസാന്തരം സംഭവിച്ചു. ദൈവാത്മാവ് അവളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ അവളെ നിയന്ത്രിച്ചിരിക്കുന്ന തിന്മയുടെ ആത്മാവ് അവളെ വിട്ടുപോയി. ക്രിസ്തുവുമായി കണ്ടുമുട്ടിയ നിമിഷം അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ അവൾ ഫ്രീ ആയി. അങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൾ അനേകരിലേക്ക് ക്രിസ്തുവിനെ വിളമ്പി. കാരണം അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയും അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അവളുടെ ഉള്ളിലെ ആനന്ദം കരകവിഞ്ഞൊഴുകി. ഞാനും നിങ്ങളുമൊക്കെ അനേക ധ്യാനങ്ങളിലും കൗൺസിലിങ്ങിലും ഒക്കെ കടന്നുപോയിട്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടതും നമ്മൾ ചെയ്തു കൂട്ടിയതുമായ കാര്യങ്ങൾ അന്യദേശങ്ങളിൽ കടന്നുപോയി ഒരു ധ്യാനത്തിലോ അല്ലെ കൗൺസിലിങ്ങിലോ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായി ആ വ്യക്തിയിലൂടെ, ആ കൗൺസിലറിലൂടെ നമ്മളോട് പറയുന്ന ഈശോ അത് എത്ര കറക്റ്റായിട്ട് അടിവരയിട്ട് കറക്റ്റായിട്ട് വ്യക്തമായി പറഞ്ഞ എത്രയോ കാര്യങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ചിന്തിച്ച് നോക്കിക്കേ. ശരിയല്ലേ? അങ്ങനെ നമ്മൾ ക്രിസ്തുവാണ് അവിടെ സംസാരിച്ചതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെ വിളമ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഷ്ടമാണ്. സമരിയാക്കാരി സ്ത്രീ അവൾ അനേകരുടെ അടുക്കൽ അത് വിളമ്പിയപ്പോൾ അനേകർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അവർ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ആരംഭിച്ചു. ഇനിയെങ്കിലും ഇനി തന്നെ വളരെ ഹ്രസ്വകാലമല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലുള്ളൂ. കർത്താവിൻ്റെ 2ാം വരവിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നേ. നല്ല കാര്യങ്ങൾ. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് മിണ്ടാതെ വാ മൂടിക്കെട്ടി ഇരുന്നിട്ട് കാര്യമില്ല. ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് വിളമ്പണം. ഞാനും നിങ്ങളും കണ്ട ക്രിസ്തുവിനെ ആ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കട്ടെ. സ്വാർത്ഥത കൈവിടിയണം. നമ്മൾ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതിയോ? നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും സമാധാനം ഉണ്ടായാൽ മതിയോ? പോരാ. സമാധാനമില്ലാതെ അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ ജനവും പ്രകാശമാനമായ ക്രിസ്തുവിനെ കാണണം. ആ പ്രകാശത്തിലേക്ക് അവർ കടന്നു വരണമെങ്കിൽ നമ്മുടെയൊക്കെ സാക്ഷ്യ ജീവിതം ആവശ്യമാണ്. നമുക്കിനിയുള്ള ഹ്രസ്വകാലം ക്രിസ്തുവിനെ വിളമ്പുന്ന മക്കളായി മാറാം. നമ്മൾ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ, ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് ചൊരിയാം. അങ്ങനെ നമുക്ക് ദൈവമക്കളുടെ സ്ഥാനത്ത് ഉയരാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ ശക്തി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവർ വസിക്കുന്ന ദേശത്തിൻ്റെ മേലും ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.